ഹായ് ഫ്രണ്ട്സ്, നമ്മൾ പല വണ്ടികളിൽ ഇപ്പോൾ ഇന്നോവ ക്രിസ്റ്റയുടെ ബേസ് മോഡൽ വണ്ടികളിൽ തന്നെ 2017 വരെ 20 വരെയുള്ള വണ്ടികളുടെ പുറകോട്ടുള്ള വണ്ടികളിൽ ഓട്ടോ ഫോൾഡിങ് മിറർ സംവിധാനം ഇല്ലായിരുന്നു. അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിനൊന്ന് ഫോൾഡ് ചെയ്യണമെന്ന് വെച്ചാൽ നടപടിയില്ല, പുറത്തിറങ്ങി ഫോൾഡ് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ മാനുവലായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളത് ഓട്ടോമാറ്റിക്കലിക്ക് മാറ്റുന്നൊരു സംവിധാനമാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ചെയ്യുന്ന ക്രിസ്റ്റയ്ക്ക് അത് ഓൾറെഡി ഓട്ടോ ഫോൾഡിങ് മിറർ ഇല്ലാത്തൊരു വണ്ടിയാണ്. ഇതൊരു 2018 മോഡൽ വി മോഡൽ വണ്ടിയാണ്. വിക്കകത്ത് അന്ന് ഈ ഓട്ടോ ഫോൾഡിങ് സംവിധാനം ഇല്ല. അപ്പോൾ നമ്മൾ അതിനകത്ത് ആ മോട്ടർ അതിൻ്റെ ഉള്ളിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഒരു റിലേ യൂണിറ്റ് വെച്ച് കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ വണ്ടി ചെയ്യാൻ പോകുന്നത്. ഇതൊരു വി വണ്ടിയാണ്. ഞാൻ അതിനകത്ത് എങ്ങനെയാണ് ചെയ്യുന്നതിനെ കുറിച്ചൊന്നുള്ള നിങ്ങളൊന്ന് ഒന്ന് കാണിച്ചു തരാം. പിന്നീട് അതേപോലെ തന്നെ ഇപ്പോൾ വരുന്ന വണ്ടികൾക്കകത്ത് ഓൾറെഡി ഓട്ടോ ഫോൾഡിങ് സംവിധാനം വരുന്നുണ്ട്. പിന്നെ ലോക്ക് അൺലോക്ക് മിറർ ഫോൾഡ് വരുന്നില്ല, അത് നമുക്ക് വേണ്ടി അഡീഷണൽ ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന യൂണിറ്റ് ഓൾറെഡി ലോക്ക് ആക്കുന്ന സമയത്ത് മിറർ ഫോൾഡ് ആവും. നമ്മൾ എപ്പോഴാണോ അതിനകത്ത് താക്കോലിട്ട് ACC ഓണാക്കുന്നത്, ഇഗ്നിഷൻ ഓണാകുന്ന സമയത്ത് മിറർ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവുകയും ചെയ്യും. അങ്ങനത്തെ സമയമാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത്. കൂടാതെ ഇതിനകത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാനുവലായിട്ട് അതിപ്പോൾ താഴെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, അതിൽ ഞെക്കിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ലോക്ക് ഫോൾഡും അൺഫോൾഡും അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു വണ്ടി പാസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊന്ന് ഫോൾഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ താഴെ നമുക്ക് മറ്റൊന്ന് വെച്ചാൽ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സ്ഥലത്തായിരിക്കും ഇതിൻ്റെ സ്വിച്ച് വരുന്നത്. നമുക്കിത് അഡീഷണൽ ഒരു യൂണിറ്റ് വരുന്നത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്വിച്ചിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫോൾഡും അൺഫോൾഡും ആവും. നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് നോക്കാം. അതിനായിട്ട് ചെയ്യാൻ പോകുന്ന കാര്യം, നമുക്ക് ഈ മിററിൻ്റെ അകത്ത് നിലവിൽ മോട്ടർ ഇൻസ്റ്റാൾ ചെയ്യണം. അതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം. അതിന് വേണ്ടിയിട്ട് നമ്മളിത് മൊത്തം ഡിസംബിൾ ചെയ്യണ ഈ സാധനം അതെല്ലാം ചെയ്യണം. എന്നിട്ട് ഞാനിപ്പം ഇതെങ്ങനെ ചെയ്യുന്നതെന്നും അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ നോക്കാം. ആദ്യമായിട്ട് ഈ കവർ ഇടണം. പിന്നെ മിററിൻ്റെ ഈ ഗ്ലാസ് ആദ്യം നമ്മൾ ഇടണം. ഇതാണ് ഗ്ലാസ് വലിച്ച് ഊരിപ്പോയി.
ശേഷം ഇത് മറ്റേ ഇതിൻ്റെ മോട്ടറാണ് ഓൾറെഡി. ഈ മോട്ടർ മാറ്റിയിട്ട് ഇത് മിറർ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ മോട്ടറാണ്. ഇത് കൂടാതെ നമുക്ക് ഫോൾഡിങ് ചെയ്തൊരു മോട്ടറും ഒരു ഹാൻഡ് വഴി എനിക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ഈ കവർ റിമൂവ് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ഫോൾഡിങ് മോട്ടറിൻ്റെ അസംബിൾ. പിന്നെ ഈ ഒരു പീസ് ഇത് നമ്മളൊന്ന് ഇത് ചെയ്യണം. മെഷീൻ ഇനി നമുക്ക് ഈ കേബിൾ പുറത്തേക്ക് എടുക്കണം. എന്നാലാണ് നമുക്ക് ഇതിനകത്ത് ഈ ആമോ മാറ്റിയിട്ട് മോട്ടറൈസർ ആമോ ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ കേബിളും അതിൻ്റെ ലോക്കും കാര്യങ്ങളും ഊരി പുറത്തേക്ക് എടുക്കുക. ഈ ലോക്കൊക്കെ നമ്മൾ റിമൂവ് ചെയ്തു. ഇത് അതിൻ്റെ പിന്നാണ്. അതിനുശേഷം ഇത് ഊരി എടുക്കണം. അതിനുശേഷം ഈ വയറൊക്കെ നമ്മൾ ഇതിനകത്തോടെ എടുത്ത് ഓപ്പൺ ചെയ്തെടുക്കണം. ഇനി ഈ ഒരു ലോക്കിംഗ് സിസ്റ്റം റിമൂവ് ചെയ്യണം. എന്നാലാണ് ബാക്കിയെല്ലാം ഊരി എടുക്കാൻ പറ്റുള്ളൂ. അതും കൂടെ ഒന്ന് ചെയ്യണം. ഇത് കൂടാതെ ഇത് ഊരുക, ലിങ്കർ ഊരുക, കാര്യങ്ങളൊക്കെ ഊരുക. ഊരിക്കണം. ഊരിയെടുക്കണം. ഇതാണ് ഇത്. ഇനിയാണ് നമുക്ക് ഈ കാണുന്ന ഈ ഒരു പാർട്സും ഫുള്ളായിട്ട് മാറ്റണം. എന്നതാണ് ഇതിൻ്റെ ആമ് മാറ്റണം. അതുപോലെ തന്നെ ഇവിടെ മോട്ടർ ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് രണ്ടാണ് പണിയുള്ളത്. ഊരിയെടുക്കുക സെപ്പറേറ്റ്ലി. അതിനുശേഷം ഇതിന് വേണം. അതാണ് പണി. ഇത് നമ്മൾ ഊരിയിട്ടുണ്ട്. ഇത് ഊരിയെടുക്കണം. കുറച്ച് തെങ്ങ് അതിലൊക്കെ ഉണ്ട്. ഊരിയെടുത്തിട്ട് ഇതാണ് ഇതിൻ്റെ സംഭവം വരുന്നത്. ഇത് നമുക്ക് ഈ ഒരു പാർട്സ് ഊരിയെടുക്കണം. ഇത്രയും പാർട്സ് എടുക്കാം. നമുക്ക് ഈ മിററിൻ്റെ ഫോൾഡിംഗ് യൂണിറ്റ് വരുന്ന ഈ ഒരു പീസാണ്. ഇത് നമ്മൾ മാറ്റിയിട്ട് ഇവിടെ ഒരു മോട്ടോർ യൂണിറ്റ് വെക്കുക. ഇതിൻ്റെ ആമും മോട്ടറും കൂടെ സെപ്പറേറ്റ് വരുന്നുണ്ട്. ഈ സാധനമാണ് നമ്മളവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇത് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് ചെയ്യുന്നത്. ഇതിനകത്ത് ഈ സാധനം വരും. ഇത് ഫിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ അതിലേക്ക് പോകാം.
ഫോൾഡിങ് ഇൻസ്റ്റാളേഷൻ കുറച്ച് പണിയാണ്, കാരണം ഇതിനകത്തുള്ള സംഭവങ്ങളൊന്നുമില്ല, അതെല്ലാം നമ്മൾ അഡീഷണൽ ഇട്ട് ചെയ്യണം. ഇത് ഏകദേശം ഓക്കെയാണ്. നമ്മൾ ഈ പഴയ മോട്ടർ എടുത്ത് ഇൻസ്റ്റാൾ ചെയ്യണം. സംഭവം മുന്നോട്ട് ഇൻസ്റ്റാൾ ചെയ്ത് അടുത്തായിട്ട് ഇതിൻ്റെ വയറിങ് നമ്മൾ പഴയ നോക്കേണ്ട റെഡിയാക്കണം.
ഇതാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ നിലവിലുള്ളതിനെ വെച്ച് നോക്കിയിട്ട് ഒരു 2 മോട്ടറിൻ്റെ വയറും കൂടെ അഡീഷണൽ വന്നിട്ടുണ്ട്. ആ വയർ നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്യും. ബാക്കിയെല്ലാം നോർമൽ ഫംഗ്ഷൻ. മോട്ടർ ഇൻസ്റ്റാൾ ചെയ്തു, അതിൻ്റെ പവർ ഔട്ട്പുട്ടിൽ സെപ്പറേറ്റ് വന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് നമ്മൾ മറ്റേ മിററും ചെയ്യുകയാണ്. ഇതാണ് നമുക്ക് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്യാനുള്ള മിറർ. ഇതാണ് നമ്മളതിൻ്റെ മോട്ടർ ഇൻസ്റ്റാൾ ചെയ്ത്. ഇതിൻ്റെ മറ്റേ കൈയാണ് വരുന്നത്. ഈ 2 പാർട്ടാണ് നമ്മൾ മാറി കഴിഞ്ഞിട്ടുള്ളത്. ഇനി നമുക്കിത് ഫിറ്റ് ചെയ്യാം. ഈ മിറർ എടുക്കും.
ക്രിസ്റ്റൽ ഉപയോഗിക്കുന്ന സെയിം മിറർ തന്നെ നമുക്ക് ഇന്നോവയിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇന്നോവയുടെ തന്നെ അതേ ഷേപ്പിലുള്ള ഫോർച്യൂണറിൻ്റെ ഓട്ടോ ഫോൾഡിംഗ് മിററും നമുക്ക് പഴയ ഇന്നോവയിൽ ഫിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ മിറർ ഫോൾഡിങ്ങിന് 2 ഫോൾഡിംഗ് ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒന്നൊരു സ്വിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ സ്വിച്ചിൽ നമ്മളിപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ ഓപ്പോസിറ്റ് വണ്ടി വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മിറർ ഒന്ന് ഫോൾഡ് ചെയ്യണമെങ്കിൽ ആ സ്വിച്ചിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മിറർ ഫോൾഡ് ആവും. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മിറർ വീണ്ടും ഓപ്പൺ ആവും. ഇതാണ് ഒരു രീതിയിലുള്ള ഒരു ഫംഗ്ഷൻ. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വണ്ടി ഓഫ് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങുവാണ്. ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് മിറർ അപ്പോൾ ക്ലോസ് ചെയ്തിട്ടില്ല. നമ്മൾ ഇനി ഈ റിമോട്ടിൽ നമ്മൾ ലോക്ക് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മിറർ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും. വീണ്ടും അൺലോക്ക് ആക്കുമ്പോൾ തുറന്നു വരില്ല. വീണ്ടും നമ്മൾ ഈ ഇഗ്നിഷൻ എപ്പോഴാണോ ഓൺ ആക്കുന്നത് ആ സമയത്താണ് ഈ മിറർ ഓപ്പണായി വരുന്നത്. മറ്റേ പാടും നമുക്ക് ചെയ്യാം. അതായത് ലോക്കിൽ ഫുൾ ആക്കുകയും ചെയ്യാം. പക്ഷേ ഈ ഒരു യൂണിറ്റിൽ വരുന്നത് ഈ ഒരു ഫോൾഡിംഗ് സിസ്റ്റം രീതിയിലാണ്.